എല്ലാത്തരം സ്ക്വാഷും തന്നെ നമുക്ക് വളരെ പെർഫെക്റ്റായിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നല്ല മുന്തിരിങ്ങയുടെ സ്ക്വാഷാണ് കേട്ടോ. കടകളിൽ കുപ്പികളിൽ ഭംഗിയായിട്ട് പാക്ക് ചെയ്ത് കിട്ടുന്ന ആ സ്ക്വാഷിലൊക്കെ എത്രമാത്രം പ്രിസർവേറ്റീവുകൾ കാണും. നമ്മൾ വീട്ടിൽ ഒരു പ്രിസർവേറ്റീവും ചേർക്കാതെ തന്നെ നല്ല ഹെൽത്തി ആയ രീതിയിൽ നല്ല അടിപൊളി മുന്തിരിങ്ങ സ്ക്വാഷ് തയ്യാറാക്കി എടുക്കാമേ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. ഗ്രേപ്പ് സ്ക്വാഷ് ചെയ്യാനായിട്ട് ആ കറുത്ത ഗ്രേപ്സാണ് ഏറ്റവും നല്ലത് കേട്ടോ. കാരണം സ്ക്വാഷിന് നല്ല കളറ് കിട്ടും. എനിക്ക് പക്ഷേ ആ ഗ്രേപ്സ് ഇവിടെ കിട്ടത്തില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ സാധാരണ പനീർ ഗ്രേപ്സാണ് എടുത്തിരിക്കുന്നത്. അതായത് നമ്മുടെ എപ്പോഴും കിട്ടുന്ന ആ പിങ്ക് കളറിലുള്ള ഗ്രേപ്സ്. 1 കിലോ ഗ്രേപ്സ് നന്നായിട്ട് ഉപ്പിട്ട് ഒരു 2-3 വെള്ളത്തിൽ കഴുകിയെടുത്ത് ആ ഗ്രേപ്സ് നിമന്ന് കിടക്കാൻ വേണ്ടി മാത്രം വെള്ളം ഒഴിക്കുക. വെള്ളം കൂടി പോകരുത്. ഗ്രേപ്സ് മുങ്ങിക്കിടക്കാൻ വേണ്ടി മാത്രം വെള്ളം ഒഴിച്ച് അടുപ്പിലോട്ട് വെച്ച് കൊടുക്കുക. ഒരു 3-4 മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്ക് ആ ഗ്രേപ്സ് ഒക്കെ ഒന്ന് തിളയ്ക്കാൻ തുടങ്ങും. ഒരുപാടിട്ട് തിളപ്പിക്കുകയൊന്നും വേണ്ട കേട്ടോ. ഒരു 3-4 മിനിറ്റൊക്കെ തിളപ്പിച്ചാൽ മതി. അതൊന്ന് നല്ല തിള വന്ന് കഴിയുമ്പോഴത്തേക്ക് ഇതുപോലൊക്കെ ആവും. ആ സമയത്ത് നമ്മൾ അടുപ്പങ്ങ് ഓഫ് ചെയ്ത് വയ്ക്കുക. മുന്തിരിങ്ങ നോക്കുകയാണെങ്കിൽ നല്ല ഇളം കളറിൽ ഇതുപോലെ എല്ലാം ഒന്ന് ചതഞ്ഞൊക്കെ വന്നിട്ടുണ്ടാവും. ഇനി നമ്മൾ ആ മുന്തിരിങ്ങയെല്ലാം ഒരു അരിപ്പിലൂടെ അരിച്ച് ആ വെള്ളവും മുന്തിരിങ്ങയും രണ്ടായിട്ട് മാറ്റിയെടുക്കുക. എന്നിട്ട് ആ മുന്തിരിങ്ങ മാത്രം മിക്സിയുടെ ജാറിലോട്ടിട്ട് ഒന്ന് പൾസ് ചെയ്തെടുക്കുക. ഒരുപാട് അരഞ്ഞാൽ കുരു അരഞ്ഞാൽ അതിനൊരു ചവർപ്പ് വരും. ഒന്ന് ക്രഷ് ചെയ്താൽ മാത്രം മതി. എന്നിട്ടത് ഒരു അരിപ്പിലോട്ടൊഴിച്ച് നമ്മൾ നേരത്തെ മുന്തിരിങ്ങ വേവിച്ച വെള്ളം ഊറ്റി വെച്ചിരുന്നതും കൂടെ ചേർത്ത് നന്നായിട്ട് അരിച്ചെടുത്ത് മാറ്റി വയ്ക്കുക. ഇനി ആ ജ്യൂസ് മൊത്തത്തിൽ എത്രയുണ്ടെന്ന് നമ്മളൊന്ന് അളന്ന് നോക്കണം. അപ്പോൾ നമ്മൾ മുന്തിരിങ്ങ വേവിക്കാനായിട്ട് വെള്ളം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആ മൊത്ത ജ്യൂസിൻ്റെ നേർ പകുതി വെള്ളവും ആ ജ്യൂസിൻ്റെ അതേ അളവ് പഞ്ചസാരയും കൂടെ ചേർത്തെടുക്കുക. അതായത് നമ്മുടെ ജ്യൂസ് ഇപ്പം 4 ഗ്ലാസ് ഉണ്ടായിരുന്നു എന്നിരിക്കട്ടെ, 2 ഗ്ലാസ് വെള്ളവും 4 ഗ്ലാസ് പഞ്ചസാരയും എടുക്കുക. എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുന്തിരിങ്ങ വേവിക്കാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇനി അതിലേക്ക് ഒരു നാരങ്ങയുടെ നീര് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഒരല്പം ഇഞ്ചി കുത്തിച്ചതച്ചിടുക. ഇത് ഓപ്ഷണലാണ്, ഇഷ്ടം ഇല്ലെങ്കിൽ വേണ്ട. അത് ഈ പഞ്ചസാര ഒരു നൂൽ പരുവം ഒന്നും ആവേണ്ട കാര്യമില്ല. ഒന്ന് അലിഞ്ഞ് പഞ്ചസാര എല്ലാം ഒന്ന് അലിഞ്ഞ് കിട്ടിയാൽ മാത്രം മതി. അതിനുശേഷം അടുപ്പ് ഓഫ് ചെയ്ത് തണുക്കാനായി മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് നേരത്തെ അരിച്ചു വെച്ചിരുന്ന നമ്മുടെ മുന്തിരിങ്ങ ജ്യൂസ് ഒന്നുകൂടെ ഒന്ന് അരിപ്പിൽ അരിച്ചെടുക്കുക. എന്തെങ്കിലും ഇമ്പ്യൂരിറ്റീസ് അതിലുണ്ടെങ്കിൽ ആ അരിപ്പിൽ കാണും. കണ്ടില്ലേ, ഒരല്പമൊക്കെ ഉണ്ടായിരുന്നു, അത്രേ ഉള്ളൂ. അരിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ആ തണുത്ത് വന്ന പഞ്ചസാര ലൈനിയും കൂടെ ആ ജ്യൂസിലേക്ക് അരിച്ചൊഴിച്ചു കൊടുക്കുക. ഇനി നമ്മുടെ അടുത്ത് ഗ്രേപ്സ് എസൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇത് തീർത്തും ഓപ്ഷണലാണ്, വേണമെന്നില്ല, ഉണ്ടെങ്കിൽ ഒരു 2-3 ഡ്രോപ്സ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ പണി കഴിഞ്ഞു. ഇനി ഇത് ഒട്ടും വെള്ളമയമില്ലാത്ത കുപ്പികളിൽ സൂക്ഷിച്ച് വെക്കുക. നമ്മൾ കുടിക്കേണ്ട റേഷ്യോ എന്ന് പറയുന്നത് 1:3 ആണ് കേട്ടോ. അതായത് 1 ഭാഗം സ്ക്വാഷും 3 ഭാഗം വെള്ളവും. 1/4 ഗ്ലാസ് സ്ക്വാഷും 3/4 ഗ്ലാസ് വെള്ളവും ചേർത്താണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. വളരെ ഹെൽത്തി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും തയ്യാറാക്കി എടുത്തൊരു നല്ല സ്ക്വാഷാണ് കേട്ടോ. ഇതിലൊരു പ്രിസർവേറ്റീവുകളില്ല, ഒന്നുമില്ല, നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇത് വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കുക. നമുക്ക് കുട്ടികൾക്ക് പോലും ധൈര്യമായിട്ട് കുടിക്കാൻ കൊടുക്കാവുന്ന സ്ക്വാഷാണ്. അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീണ്ടും വരാം. ഹാവ് എ ഗുഡ് ഡേ. ബൈ.